നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ യാത്ര ചെയ്യാൻ സ്ത്രീകൾ ഭയപ്പെടുന്ന കാലമാണ്. കാരണം KSRTC ബസ്സുകളിലും സ്വകാര്യ ബസ്സുകളിലും വെച്ച് യുവതികൾക്കും പെൺകുട്ടികൾക്കും നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകുന്ന സംഭവങ്ങൾ പതിവാകുന്നു. കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഏറ്റവും ഒടുവിൽ KSRTC ബസ്സിൽ വെച്ചൊരു യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. കേസിൽ തൊടുപുഴ സ്വദേശി ഫൈസലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുള സ്വദേശിനിയെ ബാംഗ്ലൂരിൽ നിന്ന് വരികയായിരുന്ന ബസ്സിൽ വെച്ച് ശല്യം ചെയ്തെന്നാണ് പരാതി. യുവതിയുടെ അടുത്ത സീറ്റിൽ നിന്ന് ശല്യം ചെയ്തെന്ന് പരാതി നൽകിയതിനെ തുടർന്ന് ഫൈസലിനെ അറസ്റ്റ് ചെയ്തത്. താമരശ്ശേരിയിൽ നിന്നും സിദ്ദിഖ് ചേരുന്നുണ്ട്. സിദ്ദിഖ്, ഇത്തരം സംഭവങ്ങൾ പല ദിവസങ്ങളിലും പലയിടങ്ങളിൽ നിന്നും നമുക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഈ താമരശ്ശേരിയിൽ വെച്ച് KSRTC ബസ്സിൽ വെച്ച് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നു. അവിടെ വെച്ച് തന്നെ ഈ പ്രതിയെ പോലീസ് പിടികൂടിയോ? ടോം, ഇന്നലെ അർദ്ധരാത്രി ഏകദേശം 12 മണിയോടെയാണ് ഈ ബസ്, അതായത് ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന KSRTC ബസ്സാണ്. ഏകദേശം 12 മണിയോടെ ഈ ബസ് താമരശ്ശേരി എത്തിയ സമയത്താണ് ഇവിടെ നേരത്തെ പോലീസിനെ അറിയിച്ചത്. കാരണം അതിന്റെ മുന്നേ തന്നെ യാത്രയിൽ ഈ ചുരം ഭാഗത്ത് നിന്നുൾപ്പെടെ പല തവണയായി ഈ ശരീരത്തിൽ സ്പർശിച്ചു എന്നാണ് ഈ യുവതി പറയുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് തൊട്ടു മുന്നായി തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് ഈ ബസ്സിൽ നിന്ന് പ്രതിയെ നേരിട്ട് കസ്റ്റഡിയിലെടുക്കുകയുമായി ചെയ്തിരുന്നത്. തുടർന്ന് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായിരുന്നാലും അടുത്തിടെയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കഴിഞ്ഞ ഒരു ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ തന്നെയാണ് ഇത്തരത്തിൽ താമരശ്ശേരിയിൽ തന്നെ മറ്റൊരു സംഭവം ഉണ്ടാവുക. എന്നാൽ യുവതി പരാതി നൽകാത്തതിനാൽ തൽക്കാലം പോലീസ് ഈ യുവാവിനെ താക്കീത് ചെയ്ത് വിട്ടയക്കുന്ന ഇതേപോലെയുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ അടുത്തിടെയായി പല സംഭവങ്ങൾ ഈ പ്രത്യേകിച്ച് പൊതു ഗതാഗത സംവിധാനമായ KSRTCയിൽ പോലും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വേദനാജനകമായ ഖേദകരമായ ഒരു കാര്യം. ടോം, ഈ താമരശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ ഒരു ലൈംഗിക അതിക്രമം ബസ്സിൽ വെച്ച് ഉണ്ടായെന്ന് സിദ്ദിഖ് ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ. അത് ഈ അന്ന് ഈ യുവതിക്ക് പരാതിയില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വിട്ടയച്ചു. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് പോകാറില്ല. ഒരുപക്ഷെ ഈ കേസും മറ്റു നടപടിക്രമങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ആകാം, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു നാണക്കേട് ഭയന്നാകാം. പക്ഷേ ഈ പോലീസ് ഇത്തരം കേസുകളിൽ സ്വമേധയാ കേസെടുക്കേണ്ടതല്ലേ സിദ്ദിഖ്? ഈ താമരശ്ശേരി കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ യുവതിക്ക് പരാതിയില്ലെങ്കിലും പോലീസ് എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാതിരുന്നത്? ഇത്തരം വിഷയങ്ങളിൽ പരാതിക്കാരി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പോലീസിന് നമ്മുടെ നിലവിലുള്ള നിയമപ്രകാരം കേസെടുക്കാൻ പ്രയാസമുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം ഇതിന് സാക്ഷികളായിട്ടും അതുപോലെ പരാതിക്കാരും കോടതിയുടെ നിയമപരമായ കാര്യങ്ങൾ അങ്ങനെ ഒരു ചില പ്രശ്നമുണ്ട്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിയമ സംവിധാനത്തിലുള്ള കുറേയേറെ പരിമിതികൾ. കാരണം പരാതി നൽകുകയാണെങ്കിൽ തന്നെ എത്രയോ മണിക്കൂറുകൾ ഇവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൊഴി കൊടുക്കുകയും മറ്റും ചെയ്യേണ്ട ഒരു സാഹചര്യം. പിന്നീട് പലതവണ കോടതിയിലും മറ്റും ഇവർ പോയി, ഇപ്പോൾ പ്രത്യേകിച്ച് പരാതിക്കാർ ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ മാത്രം സാക്ഷി പറയാൻ വേണ്ടി മാത്രം കോടതിയിൽ ഹാജരാവേണ്ടതുള്ളൂ എന്നാണ് പറയാറുള്ളതെങ്കിലും പലപ്പോഴും പലതവണ കേസ് മാറ്റിവെക്കൽ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രതി ഹാജരാവാത്തതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പലതവണ കോടതി കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം ഇത്തരം വിഷയങ്ങളിൽ പരാതിയും കേസും വാർത്തയും സോഷ്യൽ മീഡിയയും കാരണം ഇത് ഇവരുടെ കുടുംബത്തിനെ പോലും ബാധിക്കും എന്ന രീതിയിലുള്ള ഒരു സംശയം. ഇതൊക്കെയാണ് ഇത്തരം വിഷയങ്ങളിൽ പരാതി നൽകാൻ പൊതുവെ ഈ യുവതികളെ അല്ലെങ്കിൽ സ്ത്രീകളെ പിന്തിരിപ്പിക്കാറ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായിരുന്നാലും ഇത്തരത്തിൽ ഒരു സ്വമേധയാ പോലീസിന് കേസെടുക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ് എന്നാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. കേട്ടോ, തീർച്ചയായും സിദ്ദിഖ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം കേസുകളിൽ പരാതിയില്ലെങ്കിൽ പോലും പോലീസ് നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഈ ഇന്നലെ രാത്രിയിലുണ്ടായ കോഴിക്കോട് താമരശ്ശേരിയിലുണ്ടായ സംഭവം പരിശോധിക്കുമ്പോൾ അവിടെയും ഈ തൊട്ട് സമീപത്തിരുന്ന് യാത്ര ചെയ്യുന്ന യുവതിക്ക് നേരെയാണ് ഈ സഹയാത്രക്കാരന്റെ അതിക്രമം ഉണ്ടായത്, ലൈംഗിക അതിക്രമം ഉണ്ടായത്. ഈ ബസ്സിൽ വെച്ച് തന്നെ ഇവർ പരാതിപ്പെട്ടിരുന്നോ? KSRTC ജീവനക്കാരോട് പരാതിപ്പെട്ടിരുന്നോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ പിന്നീട് പോലീസിൽ പരാതി നൽകിയത്? സിദ്ദിഖ്, തീർച്ചയായും ഇവർ ബസ്സിൽ നിന്ന് തന്നെ പ്രതികരിക്കുകയും ബസ്സിലെ കണ്ടക്ടറോട് ഉൾപ്പെടെ ഈ വിവരം പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ വിവരം അറിയിക്കുന്നതും. അങ്ങനെ പോലീസ് താമരശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപം
കാത്തു നിൽക്കുകയും അവിടെ ബസ് നിർത്തി ഈ പ്രതിയെ നേരിട്ട് കസ്റ്റഡിയിലെടുക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറെ നേരം ഇത്തരത്തിലുള്ള കടന്നാക്രമണം ഉണ്ടായി എന്നാണ് യുവതി പറയുന്നത്. ചില സമയങ്ങളൊക്കെ ചെറിയ രീതിയിൽ പ്രതികരിച്ചെങ്കിലും ഇയാൾ പിന്മാറാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നൊക്കെയാണ് ഈ യുവതി പറയുന്നത്. ഇത്തരത്തിൽ പൊതുയാത്രാ ഇടങ്ങളിൽ പോലും സ്ത്രീകൾക്ക് നേരെ അതിക്രമം കാണിക്കുന്ന രീതിയിലുള്ള വളരെ കുറഞ്ഞ ഒരു വിഭാഗമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. സിദ്ദിഖ്, ഇപ്പോൾ ഈ ഫൈസലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്? ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഇതേ രീതിയിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഒരു സ്വഭാവക്കാരനാണോ പിടിയിലായ ഫൈസൽ? അത്തരത്തിലുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിനും ലഭിച്ചിട്ടില്ല. കാരണം ഇദ്ദേഹം ഇടുക്കി തൊടുപുഴ സ്വദേശിയാണ്. ഏതൊരു സാഹചര്യത്തിലാണ് എന്തെങ്കിലും ലഹരി പോലത്തെ കാര്യങ്ങൾ ഉണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം ഒരു യുവതിയോട് അതിക്രമം കാണിച്ചു എന്ന് പറയപ്പെടുന്ന വ്യക്തി ലഹരി ഉപയോഗിച്ചിരുന്നതായ അല്ലെങ്കിൽ മദ്യലഹരിയിലായിരുന്നതായ ഒരു സംശയമുണ്ട്. അത്തരത്തിൽ പോലീസ് ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഇയാൾക്കെതിരെ ഒരു കേസ് എടുത്തതായി നമുക്ക് മനസ്സിലാവുന്നുണ്ട് അന്നത്തെ വിഷയത്തിൽ. എന്നാൽ യുവതിയെ അതിക്രമിച്ച വിഷയത്തിൽ പരാതി ഇല്ലാത്തതുകൊണ്ട് ആ രീതിയിൽ നീങ്ങിയിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ ഫൈസലിന്റെ മറ്റു ബാക്ക്ഗ്രൗണ്ട് സംബന്ധിച്ച കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഇയാൾ അത്തരത്തിൽ എന്തെങ്കിലും കേസുകളുടെ മറ്റോ ഉൾപ്പെട്ടതായ ഒരു സൂചനയില്ല. ബാംഗ്ലൂരിലോ മറ്റോ ജോലി ചെയ്യുന്ന ആളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. യുവതിയും ഇതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരുമിച്ചുള്ള ആ യാത്രക്കിടെ അങ്ങനെ പെരുമാറി എന്നാണ് യുവതി പറയുന്നത്. ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ പോലീസും അന്വേഷിച്ചു വരികയാണ്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടെ തന്നെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് എന്ന് സംബന്ധിച്ച FIR-ന്റെ കോപ്പി നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായിരുന്നാലും അല്പസമയത്തിനുള്ളിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ലഭ്യമാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. സിദ്ദിഖാണ് താമരശ്ശേരിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. കോഴിക്കോട് താമരശ്ശേരിയിലാണ് KSRTC ബസ്സിൽ വെച്ച് യുവതിക്ക് നേരെ സഹയാത്രികന്റെ അതിക്രമമുണ്ടായത്.